അല്ലടാ കവറ് പക്കാവടയാ. ആ എന്നാ ഞാൻ പിടിച്ചു. അച്ചാച്ചി ഇവിടെ ആറ്റുതീരത്ത്. എടാ അപ്പ വീഴുവോടാ. അച്ചാച്ചി ആറ്റുതീരത്തെ പോത്തിൻ്റെ അടുത്ത് ടെൻറ്റും കെട്ടി കിടപ്പ. നമ്മുടെ 6 പോത്തും അച്ചാച്ചിയും കൂടെ ആറ്റുതീരത്താണ്. അപ്പോൾ അച്ചാച്ചിക്ക് പൊതിച്ചോറും കൊണ്ട് വന്നാണേ. സ്കൂട്ടിക്കാണ് വന്നത്. ഇത്തിരി അപ്പുറയാണ് നമ്മൾ. അപ്പോൾ അച്ചാച്ചി രാവിലത്തെ കഴിച്ചപ്പോൾ തന്നെ 10-12 മണിയായി. അതുകൊണ്ട് ചോറ് ഇപ്പോൾ ഇച്ചിരി താമസിച്ചാണ് വന്നത്. 4 മണിയായി. അപ്പോൾ ഇതിൽ പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് വഴി അറിഞ്ഞൂടാ. ഇതൊരു പഞ്ചായത്ത് കുളിക്കടവിൻ്റെ സൈഡാണ്. ഇപ്പം അങ്ങനെ ഇവിടെ ഒന്നും ആരും അങ്ങനെ കുളിക്കാൻ വരലില്ല. ഇനിയിപ്പോൾ വേനലാകുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഇവിടെ ഏതോ വേറെയൊക്കെ സ്ഥലം എവിടെയാ? അച്ചാച്ചി ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ നേരെ ചെല്ലുന്ന മറ്റേ പേപ്പട്ടി എടുത്തോട്ടാ. അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ടൻ ചായയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ അള്ളുങ്കൽ എന്ന് പറയുന്ന സ്ഥലം. മോട്ടർ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഏതോ റബ്ബറിൻ തോട്ടത്തിലുണ്ട്. അപ്പുറത്ത് വേണുവിൻ്റെ പറമ്പിൽ വിറകുണ്ടല്ലോ എന്നാണ് അച്ചാച്ചി പറഞ്ഞത്. അച്ചാച്ചിക്ക് ഫോണുണ്ടോ? ഇടുവാ, ഇതുവഴി കയറണം. പണ്ട് ഈ ആറ്റുതീരത്തൂടെ ഞാനും അച്ചാച്ചിയും കൂടെ. അപ്പോൾ ആ സൈഡിൽ എവിടെയാണ്? പോത്തിൻ്റെ അടുത്താ. എങ്ങനെ മനസ്സിലായി ഞങ്ങൾ വന്നെന്ന്? ചേച്ചി എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ വന്നെന്ന്? ആണോ? ടെന്റ് എവിടാ? എന്നാ ഭാഗിടൂ. ഇന്ന് സ്കൂളിൽ നിന്നെല്ലാം എഴുതിയിട്ടാ വന്നേ. ആ ഗമയ്ക്ക് വന്ന് ഹോംവർക്ക് അങ്ങ് ചെയ്ത്. വിശാലമായ കുളിക്കടവ്, ടെന്റ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ അടിച്ചിട്ടുണ്ട്. ഇങ്ങ് പോരെ. നല്ല ആളോടാ പറയുന്നത്. കടിക്കുന്ന മീനുണ്ടെന്ന്. എന്റെ പൊന്നോ, അതേണ്ട് കാല്. എടാ ഇടുവടാ. എടാ സാരമില്ലടാ. എനിക്കിവിടെ വലിയ കളി കിടക്കുമ്പോഴാ അവിടെ അന്നേരമാ പോടുന്നു. താങ്ക് യു. കിടുവിൻ്റെ ചുവന്ന ഉടുപ്പിന് അങ്ങനെ ഞങ്ങൾ രാജി വെച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ മാറിയിട്ടു. ആ വടി കൊണ്ട് അവൻ തന്നെ അടി കൊള്ളു. ഇത് നമ്മുടെ പുതിയ പോത്തന്മാരാട്ടോ. ഇവന്മാരൊക്കെ ഇനി തിന്ന് നന്നാവണം. ഓ ഉള്ളോ? വീശാൻ വേണ്ടി കുറെ നടന്നിട്ടുള്ള വഴിയാ. ഇങ്ങോട്ടാടാ പോത്തൻ ആൻഡ് മാത്തൻ. ഹലോ. അതെ, വളർന്നു കമന്റ് ഇടാൻ. മറ്റോന്റെ എന്ത് നോക്കുന്നേ? ഒരു മാതിരി നോട്ടം. വന്നോന്ന് കുരിപ്പ് വന്നോന്ന്. ഇപ്പൊ വെയില് താന്നോണ്ട് ഇപ്പൊ തിന്നുമല്ലോ. വെയില് താന്നോണ്ട്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്. എന്താ എടുക്കുവാ കിടു? പാമ്പ് പേടിച്ചാൽ മതി. അവൻ വരുന്നു എന്നും പറഞ്ഞ്. പാമ്പൊന്ന് ശ്രദ്ധിക്കണം. കിടു വരുന്നു എന്നും പറഞ്ഞ്. നിറച്ച് പോച്ചപ്പൂ നിൽക്കുന്നു ഇതിന്റെ മുഖത്തൊക്കെ. എനിക്കറിഞ്ഞൂടാ. ഇതിന് മാറ്റമുണ്ടോ ചാച്ചി? കൊണ്ടുവന്നേക്കുള്ള മാറ്റമുണ്ടോ? എന്നെ എന്തിനടിച്ചേ? ചുമ്മാ അടിച്ചാലോ? ചോദിച്ചല്ല എന്തിനടിച്ചത് ആദ്യം? എന്തിനടിച്ചത് ഇവരെ? സാരമില്ല, നീ അച്ഛൻ പുറകെ നടിച്ചു, അച്ഛൻ നിന്നെ മുന്നിൽ അടിച്ചേ. അനുഗ്രഹ, അനുഗ്രഹ ഭഗത്ത ഡിയോണ ലാസി അനുഗ്രഹ. 4 പോത്ത ഭഗത് ഭഗത്. അത് അണ്ണാണി. അതല്ല കിടു ആ വലുത്. ആടാ അച്ചാച്ചിയായിരുന്നു രാജാവ്. രാജകുടുംബമാ കാണുന്ന എല്ലാം. ഇപ്പഴാകുമ്പോ വിശ്വസിച്ചോളൂ. എന്നും അടി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പോലെ കരിക്ക്, അല്ലെ കശുമാവുള്ള സമയത്താണ് കശുമാവ്. ഇത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉത്സവത്തിന് കൊണ്ടുപോകും.
ഒരു കൊല്ലം ഒരെണ്ണം കുറയ്ക്കാൻ പറ്റുമോ? ഒരു കൊലക്കരിക്കെന്ന് പറഞ്ഞൊരു ഡെയിലി അല്ല, എപ്പോഴും അടി കിട്ടുന്ന ദിവസം അതുകൊണ്ട് ഡെയിലി അടിയാ. ആ തെങ്ങ് ഇപ്പൊ ഇല്ല തെങ്ങ്. ഉണ്ട് തെങ്ങിനോട് ചോദിക്കാനല്ലേ. വീടിന്റെ തൊട്ട് മണ്ടയ്ക്ക് ഒരു വലിയ തെങ്ങുണ്ട്, അതേ കയറിയിട്ട് ഒരു കൊല കരിക്ക്. അത് വയറ് നടന്ന് നടക്കണം. അതാ ഞാനും ഇപ്പൊ നിങ്ങളോട് ചെയ്യുന്നത്. അല്ലാതെ ഒന്നോ ഒരു മുറിയോ കരിക്കുന്നുള്ള കണക്കൊന്നുമില്ല. അതുപോലെ നല്ല വാഴക്കൊല വിളഞ്ഞ ഒരിക്കൽ പോലും പുള്ളി മാർക്കറ്റ് കൊടുപ്പിക്കത്തില്ല. അത് കെട്ടി തൂക്കിട്ട് നല്ലവണ്ണം പഴുത്ത് പറിക്കത്തുള്ളൂ. അല്ലാതെ അതിനിടെ കയറി മീറ്റിച്ച് അരിയാനോ പച്ച അരിയാനോ സമ്മതിക്കത്തില്ല. ഇവിടെ ഒക്കെ ഇപ്പിച്ചേച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ പിള്ളേരുടെ കളിക്കാൻ ഇവിടെ ആയിരിക്കും. ഈ വിളി തീരുന്നതിന് മുമ്പ് അല്ല റാണിയോട് ചോദിക്കണം. ഈ സുരേജേ എന്നുള്ള വിളി തീരുന്നതിന് മുമ്പ് ഓടി ഞാൻ അവിടെ ചെല്ലുന്ന ചോദിച്ചു എന്തിനാണ് നിന്റെ നിക്കറ്. അപ്പോഴാണ് നിക്കറ് പറഞ്ഞത്. അച്ഛാ വിളി കേൾക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് അതിന് തരുമോ എന്തോ അട്ടിയാന്നു. അച്ചാച്ചിയുടെ അപ്പൂപ്പൻ അച്ചാച്ചി അടിച്ച കഥയാണ് പറയുന്നത്. വീഴും. വീണു. എടാ താഴെ ആറാടാ ഇറക്കാ. കൊടക്കനേക്കാളും നല്ലല്ലേ മോനെ ഇത്. അവന് പഴുക്ക എന്താന്ന് അവൻ അറിയത്തില്ല ചാച്ചി. ഇതാണ് പഴുക്കാപ്പാക്ക്. അമ്മൂമ്മക്ക് വരൊക്കെ മുറുക്കാൻ വെക്കുന്നത്. ഇതിൽ നല്ല കിടു ഇതറിയാവോ? മോളെ സൂക്ഷിച്ച് കിടു ചൂണ്ടക്കയാണോ? ചൂണ്ടക്കയാണോ? ചുണ്ടക്കയല്ല മുളകിന് ഈ വണ്ടിയല്ലേ. ഞങ്ങൾ ഇതിന് പണ്ട് മാതാമ്മപ്പഴം എന്ന് പറയും. ഞാൻ അറിഞ്ഞില്ലല്ലോ. ടേസ്റ്റ് ഒന്ന് നോക്കി നീ. ചുമ്മാ ചാച്ചിന്നാ മതിയോ? അതിനകത്തെ അരി നമ്മുടെ റാഷൻ ഫുഡിനകത്തെ അരി പോലെ ഇരിക്കും. ഇത് അപ്പോൾ ഇത് പോയതാ. അണ്ണാടി ഭയങ്കര ടേസ്റ്റ്. വന്ന് നോക്ക്, പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ. നോക്കണ്ടോ എന്തോ വിലയാണെന്നറിയാം സാധനത്തിന്. പക്ഷെ വേറെ എന്തുമാത്രം വേണമെന്നറിയാം. ഇനി ഞാൻ പോത്തിനെ തീറ്റിക്കാതെ കുഞ്ഞിന് പറിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിയിട്ടേക്ക്. അവരിപ്പോൾ തീ കൊടുക്കും. ഇതിന്റെ തണ്ട് ഇങ്ങനെ നോക്കാം. ഒന്ന് പറിച്ചു നോക്കി. അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എവിടെ ഇവിടെ ഒന്നും അവിടെ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ഇതിന്റെ അരി കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ പുല്ലിനകത്ത് വളരുന്നു. അല്ലേ ഒരെണ്ണം ഒന്ന് വീഡിയോ കാണിക്കാനുണ്ട്. നിൽക്കല്ലേ പറിച്ചില്ല. ഇത് പറിച്ചിട്ട് മതി. ഇതിനകത്ത് പാവായിട്ട് എങ്ങനെയോ ഏതോ നമുക്ക് ഈ മൂട് കൊണ്ടങ്ങ് നട്ടാലോ? മൂട് നട്ടാക്കും. ഏതോ കിളി തിന്നിട്ട് ഇവിടെ. അല്ലാതെ ഇതൊന്നും ആരും നട്ടവും മനുഷ്യ ഇതൊന്നുമില്ല. ഇതാ ഈ കാട്ടിലും എവിടെയും പോയാലും ഒരു മനുഷ്യന് തൽക്കാലം കഴിക്കാനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ടെന്ന് പറയുന്നത്. നീ ഇത് കണ്ടിട്ടില്ലായിരുന്നല്ലോ ഇതിന് മുമ്പ്? അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ ഇന്നത്തെ കണ്ടോ. ഒറ്റ ദിവസം ഇത് പൊട്ട 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് തീ ഇട്ടില്ലേ ഉണ്ടല്ലോ. അവിടെ എവിടെയോ കണ്ടു. ഇതല്ലേ ഇതാണോ ചാച്ചി ഈ ചുമപ്പൊക്കെ കാണുന്ന? അത് ചുണ്ടക്കയോ അല്ല. കിടു പറിച്ച് വായിലിടല്ലേ. ഇത് കിളിയും തിന്നൂടാ. ഇത് നമ്മൾ നട്ടു വളർത്തുന്നൊന്നുമല്ലോ. ഇത് കിളിക്ക് പറയാം. പക്ഷേ ഇതിങ്ങനെ കിടക്കുകാരുന്നെങ്കിൽ ഉണ്ടല്ലോ. അതിന്റെ മൂടങ്ങ് പിഴുതാൽ എന്തായാലും ഒരു കത്തിക്കുമല്ലേ പറമ്പ്. അങ്ങനെ ഇപ്പോൾ പിഴുണ്ടാവുള്ളൂ. പിഴുത വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല നമുക്ക്. പക്ഷേ ഇതിന് ഇത് കത്തിക്കാൻ കുറേ ദിവസം വരും. ഇതിൻ്റെ കുറേ അരി എടുത്തിട്ട് ഞാൻ തിരിച്ചടിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു. ഈ വള്ളി വരുന്നത് ചോട് കറക്റ്റാണ്. ചോട്ടിൽ വന്നത് വരുന്നത് മണ്ണ നോക്കുക. രണ്ടര പൊട്ട ഇത് ചിലപ്പോൾ ഒരുവിധം പൂവിനകത്താണോ നിൽക്കുന്നത്? ഇത് കണ്ടില്ലേ? ഇതിപ്പോ അറിയാവുന്നവരും അവരുടെ നാട്ടിലുണ്ടെന്ന് ഇതിന്റെ വിലയൊക്കെ പറയുന്നുണ്ട്. ഇതെന്താന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ മുട്ടിനിലയ്ക്ക് ഇത് ഇതിനകത്ത് ഈ സാധനമുള്ള ഇത് മഞ്ഞ നിറമാകും. അപ്പോഴേ ടേസ്റ്റ് വരത്തുള്ളൂ. അതിന് മുമ്പ് ഒരു പുളിപ്പും ഇതുമായിരിക്കും. ഇതാ ഇങ്ങനെ ഉണ്ടോ. എത്ര എത്ര നോക്കിയുള്ളൂ. ഇതിന് നല്ല കമന്റ് പറയണം. ഇതാരെങ്കിലും പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതിന്റെ വിവരം. പാഷൻ ഫ്രൂട്ട് പോലെയുണ്ട് ഇതിനകം. ഇത് ഡൽഹിയിലൊക്കെ എനിക്കറിയാം. ഒരു 10-40 വർഷം മുമ്പ് ഇതിന് 100 രൂപ കിലോ വിലയുണ്ടെന്ന്. പക്ഷേ 1 കിലോ വേണം, ഒരുപാട് വേണം, വെയിറ്റ് ഇല്ല. ഇതുണ്ട്. ഇതും കഴിക്കാവുന്ന ചെറിയ പുളിപ്പ്. ഇതിന്റെ രസം സ്കൂളിൽ വരുമ്പോൾ ഏതേലും വരുന്ന വഴിയിലുള്ള 2-3 എണ്ണം പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് എല്ലാവരും കൂടെ പൊട്ടിച്ച് നാക്കേല്. ഒരാൾ കിടന്ന് തിന്നുന്നു, ഒരാൾ ഇരുന്ന് കഴിക്കുന്നു. അറ്റമീൻ വറുത്തത്, മീൻ തോരനും. എൻ്റെ പൊന്നു ഞാൻ ഇവിടെ ഉള്ളവരാ. എൻ്റെ പൊന്നു ഞാൻ അമ്പാടിക്കുട്ടൻ. അതാ മുട്ടായി മേടിക്കാൻ പോയതാ. ആഹാ. ആർക്കാ? താങ്ക് യു. എൻ്റെ കൊച്ചിന് എന്നോട് അല്ലെങ്കിലും സ്നേഹമുണ്ട്. അവൻ എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടുതരും. ഞങ്ങൾ പോയിട്ട് ചെറിയൊരു പെരുമ്പാമ്പിനെ പിടിച്ചോണ്ട് വരാവേ. ഇതാരെ കണ്ടത് ആദ്യം? വല്ലാത്തൊരു നോട്ടമായിപ്പോല്ലോ. കിടു ആ മുഖം ഒന്ന് കണ്ടു. കിടുവിന്റെ കിടു നിന്നോട് പറമ്പിൽ കൂടെ ഓടരുതെന്ന് പറയുന്നതാണോ? നീ അയ്യത്തോട് ഓടല്ലെന്ന് നിന്നോട് പറയുന്ന ഇതിനാ. എന്നോട് ഇക്കല്ലേ ഏത് പാമ്പൊന്ന്?
അത് പാമ്പാന്ന് അവന് ഇതുവരെ മനസ്സിലായില്ല, മുറുക്ക് പോലെ ഉണ്ട്. അങ്ങോട്ട് പോകരുത്. പാമ്പ് അതിനങ്ങനെ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കുന്നത്, കളയാൻ വേണ്ടിയായിരിക്കും. ഹായ്, എന്ത് ഭംഗിയുള്ള പാമ്പ്. പാമ്പ് പോകും. പിന്നെ നിങ്ങൾ വേണം അവർ വരുമ്പോൾ പാമ്പിനെ കാണിച്ചു കൊടുക്കാനും. സൗണ്ട് മാത്രം കേൾക്കാറുണ്ട്. ഞാൻ പോയി മൈക്കാണോ? അങ്ങനെ ഞങ്ങൾ പെരുമ്പാമ്പിനെ കണ്ടു. കുഞ്ഞാക്ക് വേണേൽ പിടിക്കായിരുന്നു, പിന്നെ ഫോറസ്റ്റുകാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ച്. വെറുതെ എന്തിനാ ഈ വയസ്സാം കാലത്തൊരു കേസും കാര്യമൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ പാമ്പ് നോട്ടെന്ന് വിചാരിച്ചു. ദേ ഒറ്റയ്ക്ക് ഓടുന്നു. ഓടല്ലേ ഓ അത് ചൂണ്ടായതല്ലേ പൊക്ക ശരിക്കേ പൊക്ക പിടിച്ചാൽ അങ്ങനെ അങ്ങോട്ട് നിർത്തും. ഇങ്ങനെ ഒറ്റക്കൈ പൊക്കാൻ പറ്റുമോ മോനെ? കിടുവിന്റെ നീളമുണ്ട്. എന്നെ ഒപ്പിച്ചിട്ട് പോയിട്ടില്ലോളാ, അതിനെ പിടിച്ചിട്ട് ഞാൻ സ്റ്റോറി എടുത്തു. സത്യം വല്ലതും പറയാനുണ്ടോ? ഇത്രയും വലിയ ഇറക്കനെ ആയതാണ്ട് ഇത് കാണിച്ചു കൊടുത്തത്. ഇത്രയും വലിയ ഇറക്കനെ എടുക്കുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തേ. ഇനി മീൻ പിടിക്കണോ പറ. എന്തോ ഇന്നും ചുവന്നുകൊടുപ്പാ. ഇന്ന് എൻ്റെ ചുവന്നുടുപ്പെല്ലാം മാറ്റി ചാക്കിലാക്കുന്ന ദിവസമാണ്. എന്നതിനകത്ത് മീനെ ഞാൻ പറഞ്ഞ കഴിച്ച അച്ഛൻ പൊപ്പിച്ചൊരു മീൻ പോയെന്ന്. അപ്പോൾ പറഞ്ഞു അച്ഛൻ അതൊരു കവർ എടുക്കണം, അതിനകത്ത് തീറ്റി ഇടണം, മീൻ അതിൽ കയറും. കവർ എടുക്കുക, പൂരുക, വെള്ളം നിറയ്ക്കാൻ ഇച്ചിരി വെള്ളവും കയറും മതി. ആ ഞാൻ അജയോടുള്ള സ്നേഹം നോക്കി എല്ലാത്തിൻ്റെ. ലൂക്ക എറിഞ്ഞ്, ലൂക്ക വേളി കൂട്ടില്ല. എന്നെ പാത്തു ഇത്. ഐ കിടു. യോ പപ്പി ചെറുക്കന് ഉമ്മച്ചനെ അടുത്ത് പ്രശ്ന. ആ ഉമ്മച്ചൻ ഒരെണ്ണം കൊണ്ട് ഓടി. ജാനുവേ അവിടെ ഉണ്ടോ? കൊക്കുമ്മി വാ, ധാരാ നോക്കുമ്പോ കോക്കുവാ. മമ്മി ഹോസ്പിറ്റലിൽ പോയി, ഇപ്പൊ വരും. അതിന്ന് പപ്പിച്ചെറുക്കം കൊണ്ടുപോകും. കറക്റ്റ് 10:30 ആരാ വന്നേ? എന്നോട് പറഞ്ഞ അപ്പൊ കറക്റ്റ് 10:30 അജയ് മാമൻ വന്നെന്ന്. സമയം കണ്ടോ? ഇതെങ്ങനെ അറിയാം കിടു 10:30 പിന്നെ 01 അപ്പൊ ശരി. ആ എഴുത് 37 എഴുതിയിട്ട് ബാക്കി പറയാം. 37 കഴിയുമ്പോൾ ഇനി ഇച്ചിരി പാല് കുടിക്കും. എന്ത് ഫാസ്റ്റായിട്ട് എൻ്റെ കുഞ്ഞ് 37 എഴുതുന്നേ. നമസ്കാരം. എവിടെയാണ് കിടു നമ്മൾ പോകുന്നേ? അച്ചാച്ചി കുറച്ച് പൊന്നും കൊണ്ട് പോയതാണ്. ഇത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചേട്ടാ, അത് കേട്ടാ മനസ്സിലായില്ലേ? അതായത് അച്ചാച്ചി നമ്മുടെ 6 പോത്തുമായിട്ട് ആറ്റുതീരത്താണ് ഇപ്പൊ താമസം. ടെന്റും കെട്ടി. കാരണം അവിടെ കുറച്ച് പുല്ലുണ്ട്. വേറെ ആൾക്കാരുടെ പറമ്പിലാണ്. അവർക്ക് പ്രശ്നമില്ല. തൊട്ടടുത്ത് 6 ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്നേരം
അച്ചാച്ചി അവിടെ തന്നെയാണ്. കാരണം ഡെയിലി അവർ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം റോഡ് സൈഡിലൊക്കെ ആൾക്കാർ കപ്പയും ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇവർ വഴി വരുമ്പോൾ. അതുകൊണ്ട് ഒരു 10-20 ദിവസത്തേക്ക് തീറ്റാനുള്ള തീറ്റ ആറ്റുതീരത്ത് തന്നെയുണ്ട്. അവരുടെ ആ പറമ്പിലുണ്ട്. കാരണം അവർ റബ്ബർ വെട്ടിയിട്ട് പുതിയ തൈ വെക്കാൻ വേണ്ടി കുറേ കാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കത്തിച്ച് കളയാണ്ട് നമ്മുടെ പോത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളൊരു റബ്ബറും തോട്ടം എന്ന് പറഞ്ഞാൽ അവർ റബ്ബർ വെട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് റബ്ബർ വെട്ടാന്ന് പറഞ്ഞാൽ ടാപ്പിങ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പോത്തിനും അച്ചാച്ചിക്കും കുശാല. നമ്മള് അങ്ങോട്ട് പോകുമ്പോ നമ്മള് ചിക്കൻ ചുട്ട് തിന്നും. ഞങ്ങൾ അച്ചാച്ചിക്കുള്ള ഫുഡും കൊണ്ട് പോകും. അവിടെ ഇഷ്ടം പോലെ തീക്കനലുണ്ടെന്ന് പറഞ്ഞു. അച്ചാച്ചി അവിടെ മരങ്ങളൊന്നും ഇല്ലാത്തൊരു പറമ്പുണ്ട്. ഇപ്പോൾ രാത്രി ചൂടില്ലല്ലോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവിടെ കുറേ പഴയ തടികളൊക്കെ അവരെന്തായാലും ആ പറമ്പ് കത്തിക്കുക മരം മുറിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കത്തിയതിൻ്റെ കനല് സംഭവങ്ങളും ഇതൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ കോഴിയെ ചുട്ട് തിന്നാൻ പോവുകയാണ്. അതായത് കപ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈസ് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി. ചിക്കൻ ചുടുത്ത് സോറി പറയുന്നുണ്ട്. പറയണം ഇറ്റ്സ് ഓക്കെ. പറ സോറി. എത്രയാ പാസ്വേഡ്? 5 തന്നെ കുറേ അടിക്കുമ്പോഴാണ് പാസ്വേഡ് അല്ലേ? എന്നാലും നീ അതെങ്ങനെ കണ്ടുപിടിച്ചടാ? ഒരു പാസ്വേഡ് വെക്കാൻ പറ്റത്തില്ല. നോക്കിയിരുന്ന് കണ്ടുപിടിക്കുന്നു. ഇനി വല്ല വിരൽ വെച്ചാൽ ഉറങ്ങി കിടക്കുന്നവൻ്റെ എല്ലാ വിരലിലും കൊണ്ടവൻ കുത്തു. അപ്പം ഞങ്ങൾ പോട്ടെ. എങ്ങനെ നാളെയാണോ കാണുന്നത്? അപ്പം ഇങ്ങനെ കാണുന്നില്ലേ? പഠിച്ചു വരുന്നേ ഉള്ളൂ, കുട്ടി വ്ളോഗർ. അപ്പൊ ടാറ്റാ. മഴയല്ല മഴ. മഴ എന്ന് പറഞ്ഞ മഴ. വെറും മഴ പറ. മഴ മഴ മഴ. ഇതൊക്കെ ഴായില്ല, ഇവര് രായേ ഉള്ളൂ. പഴമെന്ന് പറഞ്ഞേ. അതിപ്പോഴത് പറഞ്ഞേ. ഴായില്ല കക്ഷിക്ക്. ഇല്ല രായ രായ രായ. മാമ്പഴം എന്ന് പറഞ്ഞേ. മാമ്പഴം അപ്പോഴായില്ലാത്തതാ. ഞാൻ ഇന്നോട് ലോട്ടറി എടുത്തേ. എന്താ അറിയോ? അടിച്ചാൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നില്ല. എന്നിട്ട് അവിടെ പോകും. തിരുവനന്തപുരത്ത് പോയി ഓരോരോ ആഗ്രഹങ്ങൾ. അടിക്കണ്ടായപ്പോ വണ്ടി സർവീസിങ്ങിന് കൊടുക്കും 31-ാം തീയതിയെ. പിന്നെ ഒന്നൂടെ വണ്ടിയുടെ ഇൻഷുറൻസ് എല്ലാ ഷൂസും 30-ാം തീയതി കഴിഞ്ഞുള്ള പരിപാടിയേ ഉള്ളൂ. 31-ാം തീയതി എന്നെ വിട്ട് കുഞ്ഞാ പോകത്തില്ലല്ലോ. കുഞ്ഞാ നല്ല കാര്യമായി. കുഞ്ഞാ ആശുപത്രി കേസല്ല. എനിക്കറിയാം ക്രിക്കറ്റ്. അന്ന് എനിക്ക് തലകറക്കമാ. കുഞ്ഞാ എനിക്ക് തലകറക്കമാ. എന്തി കാണിക്കുന്നത് ഇത്? ഇതെന്തോ നീ എന്തിനാ കാണിക്കുന്നേ? കാറ്റ് എങ്ങനെ അടിക്കുന്ന? ഊതിയോ? ഊതുവായിരുന്നോണ്ട് പിന്നെ കയറത്തില്ലേ? ഇതൊക്കെ വീട്ടുകാർ തന്നെ തീയിട്ടതാണ്, പറമ്പുകാർ തന്നെ. ഇതാ ഇവിടെ 6, ഇത് 6, ഇത് അവർ തീയിട്ടത്, ഇത് അച്ചാച്ചി തീയിട്ടത്. ഒരു മണിക്കൂറുള്ളിൽ ഞാൻ വരും. 1 മണിക്കൂറോ? ചൂണ്ടോട്ടം പോ. ചാരം പറത്തരുത്. ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഞാൻ വീഡിയോ നോക്കണോ? അപ്പം ഉണ്ടോ? ഫോണിൽ കൂടെ നോക്കണം, അല്ലാണ്ടല്ല നോക്കണ്ടേ. ഞാൻ ഫോണിൽ കൂടെ നോക്കുന്നു. എന്തൊക്കെ കാണുന്നുണ്ടെന്ന് പറ. എന്തൊക്കെ കാണാം ഇപ്പൊ? നമ്മൾ ഇരിക്കാനുള്ള മറ്റേ എന്ത്? നമ്മുടെ സീറ്റ്. എന്നിട്ട് പറയണേ. അല്ല, അപ്പയെ പറ്റി പറ. അപ്പയെ പറ്റി 2 വാക്ക് വീഡിയോയിൽ പറ. ഇതാണ് അപ്പ. യൂട്യൂബ് ചാനലില്
വീഡിയോ ഇടുന്ന അപ്പയാണിത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്നൊക്കെയാണ്. ആണോ? അപ്പോൾ അങ്ങനത്തെ കേക്കട്ടെ. അങ്ങനത്തെ ദീപ്തി ചേച്ചിയാണ്. ദീപ്തി ചേച്ചിയാണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൊച്ചു പറഞ്ഞ കേട്ടോണം. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണം. വീഡിയോ കമന്റ് ഇട്ട് കുറേ നേരത്തെ അപ്പയാണിത്. കാക്ക പൂച്ച JCB എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ റെക്കോർഡ് ഓണാണോ? പിന്നെ അപ്പയെ പറ്റി 4 വാക്ക് പറയട്ടെ. അവൻ പറയട്ടെ, എന്നിട്ട് അപ്പയുടെ കാര്യം പറ. അപ്പ ഇവിടെ ഇരിക്കുക. എന്നിട്ട് നമ്മള് തീ ചുടുവാണ്. അച്ഛപ്പന് 4 വാക്ക് പറഞ്ഞു കേക്കട്ടെ. അച്ഛപ്പന് 4 വാക്ക് പറഞ്ഞു കേക്കട്ടെ. അത്രയ്ക്ക് 4 വാക്കൊന്നും ഇല്ല. അത്രയ്ക്ക് 7 വാക്കുമില്ല, 8 വാക്കുമില്ല. ഇതാണ് കുഴപ്പം. എനിക്ക് അപ്പയെ പറ്റിയേ പറയാൻ പറ്റൂ. മോനെ പറ്റി പറഞ്ഞേ, കിടുവിനെ പറ്റി സ്വന്തമായിട്ട് പറഞ്ഞേ, അത് കേക്കട്ടെ. എനിക്ക് പറ്റൂല. അവനെ പറ്റി പറയാൻ ഫോൺ തിരിക്കണം. അപ്പൊ കിടുവിനെ പറ്റി. കിടു ഒരു നല്ല കുഞ്ഞാണ്, മിടുക്കൻ കുഞ്ഞാണ്. ഫോൺ മാറ്റാം. അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഫോൺ പിടിക്കട്ടെ. ഞാൻ പിടിക്കാം. ഞാൻ കിടുവിനെ പറ്റി പറയാപ്പാ. കൊണ്ടു എന്നിട്ട് തരാം ഫോൺ. നിക്കണേ. ഇതാണ് കിടു. ഭഗത്ത് എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാം ID കോൾ മീ ഭഗത്. പിന്നെ ഇങ്ങോട്ട് നോക്കട്ടെ. ഒരു സുന്ദരനാണ്. ഇപ്പൊ ചാരത്തിലോട്ട് വീഴാൻ പോകുന്ന കുഞ്ഞാണ്. പിന്നെ രായ്ക്ക് പകരം രായേ വരുള്ളൂ. അവന് വഴങ്ങത്തില്ല. കിടുവിന്റെ പ്രിയപ്പെട്ട മാമൻ ഇവിടെ വടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. മാമൻ വടിയായിക്കൊണ്ടിരിക്കുന്നു. ടീച്ചർമാര് പറയണത് ബാക്കി എല്ലാ പിള്ളേരും നോക്കുന്നതിനേക്കാളും പാടാണ് കിടുവിനെ മാത്രം നോക്കുന്നത്. ക്ലാസ്സിൽ എല്ലാ പിള്ളേരും കൈയും കെട്ടിയിരിക്കുമ്പോ ക്ലാസ് റൂമിൽ കൂടെ ഓടി കറങ്ങി വീഴുന്ന നല്ല കുഞ്ഞാണ് എൻ്റെ കിടു. ഇന്ന് ഹോംവർക്കൊക്കെ ഇപ്പൊ സ്കൂൾ വിട്ട് വന്ന ആദ്യം ഹോംവർക്ക് ചെയ്യും. ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാല് കുടിക്കും, മസിൽ വരാൻ വേണ്ടിയിട്ട്. ഇന്ന് മുട്ട കഴിച്ച് വലിയ ചെറുക്കനായി. പിന്നെ ഒരൊറ്റ പ്രത്യേകത, അവന് വേണ്ടി ഉണ്ടാക്കി അവന് വേണ്ട. നമ്മൾ പട്ടിക്കോ വല്ലതും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ അവന് മതി. അല്ലേ കിടു? പിന്നെ കിടുവിന് നീന്തറിയാം. പിന്നെ ചുവന്നുടുപ്പ് മാത്രമേ ഇടത്തുള്ളൂ. അതെ, ചുമന്ന ഉടുപ്പ് മാത്രമേ ഇടുള്ളൂ. ചുമപ്പിന്റെ ആളാ. ചുമപ്പിന്റെ ആളാണ് ചേച്ചി സ്വന്തമായിട്ട്. അത് ചെറിയൊരു കുഴി കുത്തിയാൽ ആ കാലങ്ങ് താത്തി കഴിഞ്ഞാൽ ടേബിളായി. അല്ലേ അതിൻ്റെ ഇപ്പുറം ഒരു കല്ലേ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് കൂടെ ചേച്ചി. ഈ തടിയെ കൂടെ ചേച്ചി ഇതേല് പറ്റിയ കുഴപ്പമില്ല. ഒരു കാര്യം ചേച്ചി, ഇതിന്റെ അറ്റത്ത് കെട്ടി വെച്ചിട്ടേ എന്ത് പണിയെടുക്കണം. അച്ചാച്ചിയല്ലേ പറഞ്ഞു ഇവിടെ വെള്ളം ഉണ്ടെന്ന്. മക്കളുടെ കാലെന്താ കയ്യും അടങ്ങിയിരിക്കാത്ത കിടു? നോക്കട്ടെ അടങ്ങിയിരിക്കുന്ന കുഞ്ഞേതാന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണ് ഞങ്ങളുടെ കിടു. 5 വയസ്സുണ്ട്. 5 പോകുന്നു. എന്നാൽ 4.5 വയസ്സുണ്ട്. 4 വയസ്സ് ആണോ? കുറച്ചോ? അപ്പോൾ പിന്നെ നല്ല മോനാണ്. അച്ചാച്ചിയുടെ മാത്രം സ്വത്താണ്. ആരുടെ സ്വത്താ കിടു? ആരുടെ സ്വത്താണ് അച്ചാച്ചി ചോദിക്കുന്നത്? ആരുടെ സ്വത്താ? ആരുടെ? കേട്ടില്ല. അപ്പൊ കേക്കപ്പറ. ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒട്ടും കരയിപ്പിക്കാത്ത ആരാ? അച്ചാച്ചി ഇതുവരെയും അടിച്ചിട്ടുണ്ടോ? അച്ചാച്ചി ഇതുവരെയും അടിച്ചിട്ടുണ്ടോ? അച്ചാച്ചി വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അച്ചാച്ചി അടിച്ചിട്ടുണ്ടല്ലേ കിടു? ഓർമ്മയുണ്ടോ കിടു അച്ചാച്ചി അടിച്ച കഴിഞ്ഞ ദിവസം? പൊത്തിച്ച് നിർത്തി അല്ലേ മുറ്റത്ത്? പൊത്തിച്ച് നിർത്തി കുഞ്ഞിനെ. ശരിയാ, ഓർമ്മയുണ്ടോ? ഇതുവല്ല വിദേശ രാജ്യത്തും ആയിരുന്നെങ്കിൽ അല്ലേ കുഞ്ഞെ? രാത്രിയിലോ? സൂര്യൻ. എടാ ചന്ദ്രനാ രാത്രി വരുന്നേ. മറ്റവനെ ഉണ്ടല്ലോ, കിടൂനാണോ ചാച്ചി? മറ്റവനെ വലിയവനെ ഉണ്ടല്ലോ, നമ്മുടെ ഷെഡിലൊന്ന് കയറ്റി വെച്ച് അവൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മൂക്കയർ വാങ്ങിച്ചില്ലേ, എങ്ങനെയെങ്കിലും മറ്റേ സാധാ കയറിട്ടിട്ട് അവൻ്റെ മൂക്കയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ മുഖേറെ അവൻ്റെ അതങ്ങ് ടൈറ്റായി. ഇതുപോലെ വട്ടക്കയറും ഒക്കെ ഒന്ന് മാറി എന്നെ കൊണ്ട് പിടി. ഏത്? അന്ന് ഞങ്ങൾ വെള്ളം പറ്റിയപ്പോൾ ഞങ്ങൾ 5-6 പേര് മീൻ പിടിച്ചില്ല, കൊണ്ടുവന്നില്ല വീട്ടിൽ. ഇല്ല. എത്ര കാലം മുന്നേ? ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ. ഓ കള്ളം പറയാം. ഓ ഇന്ന്
പവർ ഹൗസ് പൂട്ടിയ ആ മോള് പറയാ ചേച്ചി ഇനി മേലെ കല്ലോങ്ങലിയെ പിടിച്ചോണ്ട് വരണ്ടെന്ന് പറയത്തക്ക അത്ര രീതിയിലുള്ള കല്ലോങ്ങലിയ വേറെ ഒരു കടവിലും കിട്ടും നമ്മുടെ കോഴിക്കച്ചാണ്ട പിടിക്കുന്നുണ്ടല്ലോ. ആ ഇതാണ് ഞങ്ങളുടെ സ്ഥലത്തിന്റെ മുതലാളി. അവിടെയും കപ്പ എലി കൊണ്ടുപോയി മൊത്തം. എല്ലാം കാലം കഴിഞ്ഞു. ഇത് മൊത്തം ഇട്ടേ ആയിട്ട് വിട്ടു. കപ്പയില്ല, അല്ലാതെ ഈ കപ്പ വീഴാതെ എന്തോ അവനെ ചോറൂടെ കഴിക്കണേടാ. ചിക്കൻ മാത്രം കഴിച്ചാൽ പോരാ, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. വേണോ ഇരിക്കണോ അതിനല്ല വലിയ ഇഷ്ടമല്ലയോ? പറയാം മുഖം ഒന്ന് കണ്ടോ. വേറെ ആരും എടുക്കൂല, കഴിച്ചോ.